ഇന്ന് മുതൽ കുറച്ച് ദിവസം അമ്മ വീട്ടിലില്ല കേട്ടോ. അപ്പോൾ ഫുൾ ഭരണം എൻ്റെ കയ്യിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ പാട് കുടിക്കാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ നൂൽപുട്ടും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. നൂൽപുട്ട് ഞാൻ ഇതുപോലത്തെ പാക്കറ്റാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പം മോൾക്ക് ഇത് ഇഷ്ടമാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ വെള്ളം ചൂടാക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അത് സെറ്റായി കിട്ടും. ഞാനിത് ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കലും. അതേസമയം മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് അടുപ്പത്ത് എണ്ണ വെച്ചു. എണ്ണയിലേക്ക് നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു നൂൽപുട്ടിൻ്റെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അതിലേക്ക് രണ്ടാമത്തെ സെക്ഷൻ ഇട്ടു. ആദ്യം ഒരു 4 ഇട്ടു. പിന്നെ അത് എടുത്തതിന് ശേഷം രണ്ടാമതൊരു 3 കൂടി. ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്ര മാത്രം മതിയല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ടു. പിന്നെ എന്താ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടെല്ലാം തയ്യാറാക്കിയിട്ട് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് തക്കാളി ഉള്ളിയൊക്കെ ഇട്ടും ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നു കേട്ടോ. മുട്ട നമ്മൾ നന്നായിട്ട് ആ മുട്ടേൻ്റെ പുറത്ത് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് വേണം മുട്ട ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മസാല കൂടി പിടിക്കൂട്ടാം. നന്നായി തിളച്ചതിന് ശേഷം മുട്ടയും മല്ലിച്ചപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ട് കുറച്ച് സോസും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. സോസ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും മണവും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതേ മോൾ എഴുന്നേറ്റ് വന്നു. അവൾക്ക് മുട്ടക്കറി ഇതും കൊടുത്തു. ഞാനും കഴിച്ചു കേട്ടോ. ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി ചോറിൻ്റെ പരിപാടി നോക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ അരിയാണ് കേട്ടോ. ഇന്ത്യൻ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് 1 കിലോൻ്റെ ഒരു പാക്കായിട്ട് വാങ്ങിയതും. അപ്പോൾ ആദ്യം അരി വെക്കാൻ വേണ്ടിയിട്ടും കുറച്ച് വെള്ളത്തിൽ നമ്മുടെ ഗ്രാമ്പൂ പട്ടിയും അതുപോലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ. എനിക്കിന്ന് കണക്കും കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. ഒട്ടിപ്പിടിക്കാതിരിക്കാണ്ട് കുറച്ച് ചെറുള്ളി നാരങ്ങ കൂടി പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ കുറേ ബീൻസൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഒരു കഴുകി വെച്ച അരി, ഞാൻ അരപ്പാട്ടയാണ്, ഒരു പാട്ടയുടെ പകുതിയാണ് അരി എടുത്തിട്ടുള്ളത്. എത്ര ഉണ്ടാവും ഒന്നും അറിയില്ല. കുക്കറിലാക്കാൻ എനിക്ക് പേടിയായതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ഊറ്റിക്കളഞ്ഞാൽ മതി കേട്ടോ. ചോറ് ഇങ്ങനെ വെക്കാം. അതിൽ പറഞ്ഞിട്ടുള്ളത് 1 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് പറഞ്ഞത്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ അടുപ്പത്ത് വെച്ച് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പച്ചക്കറി ക്യാപ്സിക്കം, ക്യാരറ്റ്, ഉള്ളി, പിന്നെ ബീൻസ് ഇത്ര പോലെ എടുക്കുന്നത്. നെയ്യിലാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. അടുപ്പത്ത് പാത്രത്തിൽ നെയ്യ് എടുക്കാം. ഉള്ളി വഴറ്റുക. ഉള്ളി കുറച്ച് വഴഞ്ഞ പാടിനെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ക്യാരറ്റെല്ലാം കുറച്ച് വെന്ത് കിട്ടാൻ കുറച്ച് പണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി. പിന്നെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതിലേക്ക് തന്നെ പൊട്ടിച്ചൊഴിച്ചിട്ടും അത് നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു. എന്നിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ഒരു ആ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. ഒരുപാടില്ല. മുളക് പൊടി, ഗരം മസാല 2 ഇട്ട് കൊടുക്കുന്നു. കുറച്ച് കുരുമുളക് പൊടി അതും കൂടി ഇടാം. മല്ലിച്ചപ്പ് ഇടാം. പിന്നെ കുറച്ചും കൂടി സോസ് വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. മോൾക്കും കൊടുത്തു, ഞാനും കഴിച്ചു കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ചായ എനിക്ക് മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് 1 ഗ്ലാസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ചായയും അതുപോലെ സ്നാക്സും കഴിച്ചു. രാത്രി ഒരു മാഗി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ആക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.